ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. 2026 ഫെബ്രുവരിയിലെ സെറ്റ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. എത്ര പേരാണ് പാസ്സായതെന്നറിയോ? 20,282 പേര് എക്സാം എഴുതിയിട്ട് 3,163 പേരാണ് ആ എക്സാം പാസ്സായത്. ഏകദേശം 15.59%. ബാക്കി വരുന്ന ഏകദേശം 84%ഓളം ആൾക്കാർ ഫെയിൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മുടെ സെറ്റ് എക്സാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ല, ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. എന്നിട്ട് പോലും 85% ഓഫ് ആൾക്കാർക്ക് അത് എലിജിബിൾ ആകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ 85% ഓഫ് ആൾക്കാരിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ആയിരിക്കുന്നത് ഈ ലിമിറ്റിന്, ക്വാളിഫൈ ചെയ്യേണ്ട മാർക്കിന് ഒരു 4 മാർക്കിനുള്ളിൽ തന്നെയാണ്. 1 മാർക്കിന് നഷ്ടപ്പെട്ടവരുണ്ട്, 2 മാർക്കിന് നഷ്ടപ്പെട്ടവരുണ്ട്, 3 മാർക്കിന് നഷ്ടപ്പെട്ടവരുണ്ട്, 4 മാർക്കിന് നഷ്ടപ്പെട്ടവരുണ്ട്. ഇവരായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്നത്. അതല്ലാണ്ട് ഒരു 10 മാർക്കിൽ താഴെ ആയിരിക്കും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഈ എക്സാം ബാക്കി വരുന്നതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മളൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ എല്ലാവരും പഠിച്ചു തുടങ്ങുന്നത് അവസാന നിമിഷമാണ്. അപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഘടന തന്നെ എങ്ങനെയാണ്? ഒരു ജനറൽ പേപ്പറും ഉണ്ട്, ഒരു സബ്ജക്ട് പേപ്പറും ഉണ്ട്. ജനറൽ പേപ്പറിന് ഇത്ര മാർക്ക് വാങ്ങണം, സബ്ജക്ട് പേപ്പറിന് ഇത്ര മാർക്ക് വാങ്ങണം. അതുപോലെ തന്നെ എന്താണ്, രണ്ടിനും കൂടെ കൂട്ടി ക്യുമുലേറ്റീവ് മിനിമം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എന്നൊക്കെ പറയുന്ന വേറൊരു കട്ട് ഓഫ് സമ്പ്രദായം കൂടി ഉണ്ട്. അപ്പൊ 3 കട്ട് ഓഫ് നമ്മൾ പാസ്സായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ജനറൽ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാമായിരുന്നു ജനറൽ പേപ്പർ. പക്ഷേ ആ ഒരു ട്രെൻഡ് മാറി. ജനറൽ പേപ്പറിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ബി എഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് 120 മാർക്കിൽ 60 മാർക്കിന് ചോദിക്കുന്നത്. ബാക്കി 60 മാർക്ക് എക്സ്ക്ലൂസീവ് ജി കെ ആണ്. അതിൻ്റെ അകത്ത് മാത്സും ഇംഗ്ലീഷും ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ പോലും അത് ജി കെ പോർഷനാണ്. അതിൻ്റെ അകത്ത് ഡീപ്പായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 60 മാർക്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൂടി വരുന്നു. അപ്പം ഇങ്ങനെ വരുമ്പം എന്താണ്, നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഒരു ലോങ് ടേമിൽ നമ്മൾ പഠിച്ച് പരിശീലിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതുപോലെയുള്ള മേഖലകളിൽ ക്രാക്ക് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക്, ജനറൽ ആണെങ്കിൽ 45%, ഒ ബി സി ആണെങ്കിൽ 42% നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 45ഉം 42ഉം മാത്രം പോരല്ലോ, അഗ്രിഗേറ്റ് 48 ആക്കണമെങ്കിൽ നമുക്ക് അവിടെ അത് മാത്രം പോരാ, വീണ്ടും ഒരു ലാർജ് സ്കെയിൽ സ്കോറിംഗ് കൂടെ നമുക്ക് അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സബ്ജക്ട് പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാലും സംഭവിക്കുന്ന എന്താണ്, ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത മേഖലകൾ കണ്ടെത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് PYQ എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കാത്ത ഒരു ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 120 ക്വസ്റ്റ്യനിൽ ഒരു 10-20 ക്വസ്റ്റ്യൻസ് PYQ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഏരിയസിൽ നിന്ന് ചോദിക്കുമ്പം പുതിയ ഏരിയാസിലേക്ക് ബാക്കി വരുന്ന 100 ക്വസ്റ്റ്യൻസ് ഡിവേർട്ട് ചെയ്ത് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സെറ്റ് പോലുള്ള ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ ഒരു ലോങ് ടൈം സ്പെസിഫിക് ഗോളോട് കൂടി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് നേടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നേടിയവരുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ നടന്നത്, അതായത് 2026 ജാനുവരി സെറ്റിന്റെ റിസൾട്ട് ആണ്. ഏകദേശം 567, ഇപ്പൊ ഞാൻ പറഞ്ഞു 3163 ആണ് കേരളത്തിൽ മൊത്തം പാസ്സായത്. അതിൻ്റെ അകത്ത് 567 പേരെയും സെറ്റിലേക്ക് നയിച്ച ഒരു സ്ഥാപനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലോങ് ടൈം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പാസ്സായവരാണ് ഈ കാണുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്കും പാസ്സാകാനുള്ള ഒരു അവസരം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുക്കുകയാണ്. ബിഗ് ഡേ, അതായത് ഇപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബിഗ് ഡേ ഓഫർ നടക്കുകയാണ്. ആ ഓഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ നിന്ന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഓഫർ ഇപ്പം അവൈലബിൾ ആണ്. അത് ഈ ഓഫർ നിലവിൽ വരാൻ കാരണം കോമ്പറ്റേറ്റീവ് ക്രാക്കർ അതിൻ്റെ 10 വർഷം
പൂർത്തിയാക്കി എന്നതിൻ്റെ സന്തോഷം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് നേടണം. സെറ്റ് നേടേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് NEP പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ലോങ് ടേമിലേക്ക് പോയി കഴിയുമ്പം നമുക്ക് എന്താണ്, നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ അവിഷ്യ സൈക്കിളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത്രത്തോളം നമ്മുടെ കോമ്പറ്റിറ്റീവ് എഡ്ജും അതുപോലെ തന്നെ നമ്മുടെ സർവൈവൽനെസ്സിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പദവിയിൽ ആ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അപ്പം നമുക്ക് ഈ സെറ്റ് എക്സാം പോലുള്ളവയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ലേണിംഗ് ആപ്പിൽ. അപ്പം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ മോക്ക് ടെസ്റ്റുകൾ പരിശീലിക്കുക. അതിൻ്റെ അകത്ത് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ജനറൽ പേപ്പറിൻ്റെ ഒരു ഭാഗമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്. പ്രത്യേകിച്ച് സെറ്റ് പോലുള്ള എക്സാമിന് നമുക്ക് റാങ്കിൻ്റെയും കാര്യങ്ങൾ വരുന്നില്ല. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമും കൂടെ ഈ ആപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഫീച്ചർ വരുന്നത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. ഒരു എന്തായാലും നമുക്കറിയാം, നമ്മളൊരു അധ്യാപകരാണ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്, ആനുവൽ പ്ലാൻ ചെയ്യും അല്ലേ? ആനുവൽ പ്ലാൻ ചെയ്തിട്ട് മന്ത്ലി പ്ലാൻ ചെയ്തിട്ടാണ് ലെസൺ പ്ലാനിങ് യൂണിറ്റ് പ്ലാനിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ലോങ് പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഒരു ദിവസം അരമണിക്കൂർ, ഇപ്പോൾ BEd ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് വർക്ക് ഉണ്ട്. ഞാനൊക്കെ BEd കഴിഞ്ഞ് വന്നതുകൊണ്ട് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ടീച്ചിങ് ഫ്രറ്റേണിറ്റി എന്തൊക്കെ ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ട്രെയിനിങ്ങും പോസ്റ്റ് ട്രെയിനിങ്ങും, അതുപോലെ തന്നെ ഇന്ന് അധ്യാപക ഫീൽഡിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഊഹിക്കാനും അനുമാനിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അധ്യാപകൻ തന്നെയാണ്. അപ്പം BEd ഒക്കെ പഠിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം ഒരുപാട് എഴുതാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ദിവസവും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ജേർണി, ഒരു 100 ദിവസത്തേക്കൊക്കെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മൾ BEd പൂർത്തിയാക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ എന്തുണ്ടാവും, സെറ്റോ കേട്ടറ്റോ കേട്ടറ്റ് കാറ്റഗറി 2 സീറ്ററ്റോ ഒക്കെ ഉണ്ടാവും. അതുവഴി നമുക്ക് എന്താണ് മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒന്നില്ലെങ്കിൽ എയ്ഡഡിൽ കയറണമെങ്കിൽ നമുക്ക് കാര്യമായ സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഗവൺമെന്റിൽ കയറണമെങ്കിലോ നമുക്ക് കുറച്ച് സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു ജോബ് ഹണ്ടിങ് പീരീഡ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകാൻ പറ്റണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം ഏകദേശം ഫെയർ ആയിട്ട് 1300 രൂപ വരെ 1300 എബോവ് വരെ HSST ജൂനിയറിന് കിട്ടുന്നുണ്ട്. അപ്പം ഒരു ആഴ്ചയിൽ ഒരു മാസത്തിലൊരു 15 ദിവസം 18 ദിവസമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്ന് സേഫ് ആക്കാനായിട്ടുള്ള വീട്ടുകാരോടുള്ള ഡിപ്പെൻഡൻസി കുറക്കാനുള്ള ഒരു വകുപ്പുമാകും. അതുകൊണ്ട് തന്നെ സെറ്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സെറ്റ് എക്സാമിനായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്